ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു പോട്ട് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പോട്ട് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ മുമ്പ് ബിരിയാണി വാങ്ങിച്ചപ്പോൾ കിട്ടിയ പോട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പെയിൻറ്റ് ചെയ്യാമെന്ന്. അപ്പം ഈ പോട്ടിലാണ് ഞാനിന്ന് പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കാം. ആക്രിലിക് പെയിൻറ്റ് വേണം. അപ്പോൾ ഇത് ചെയ്യുന്ന മുമ്പേ ആദ്യം തന്നെ നമ്മൾ കട്ടിംഗ് മാറ്റ് ഒരു ഷീറ്റ് എടുത്ത് കവർ ചെയ്യുക, ഇല്ലെങ്കിൽ പെയിൻറ്റ് മൊത്തം അതിലാവും. അപ്പം ഈ ഷീറ്റിൽ തന്നെ ഈ വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്താൽ മതി. അതാകുമ്പോൾ നമുക്ക് വേറെ പാലറ്റൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്പോഞ്ചാണ്. അപ്പോൾ ഈ സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഡാബ് ചെയ്ത് കൊടുക്കുക പെയിൻറ്റ്. അപ്പം ഒരു 1-2 കോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിനിഷ് കിട്ടും. ഇപ്പം നമ്മുടെ പോട്ട് കംപ്ലീറ്റ്ലി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ അകത്തെ പോർഷനിലൊന്നും പെയിൻറ്റ് അടിച്ചിട്ടില്ല, പുറത്ത് മാത്രമേ ആക്രിലിക് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡിസൈൻ ഉണ്ടാക്കാനാണ്. അപ്പം ഞാനിവിടെ ബ്രൗൺ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു സ്റ്റെൻസിലുണ്ട്. ഇത് ഞാൻ ലിറ്റിൽ ബേർഡി ക്രാഫ്റ്റ്സ് എന്നാണ് വാങ്ങിച്ചത്. അപ്പം സ്റ്റെൻസിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെൻസിൽ പേപ്പർ യൂസ് ചെയ്ത് ഒരു ഡിസൈൻ ഉണ്ടാക്കി കട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനൊരു പഴയ ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെൻസിലിലെ ഈ ഒരു പോർഷൻ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ സിമ്പിളാണ്. പെയിൻറ്റ് ആ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുക ആ പെയിൻറ്റിൽ. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു നല്ല ഇമേജ് കിട്ടണം എന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് പെയിൻറ്റ് കൊടുത്ത ശേഷം ആ സ്റ്റെൻസിൽ മാറ്റിയിട്ട് ഒന്നുകൂടിയും അതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ സ്റ്റെൻസിൽ മാറ്റുമ്പോൾ എൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് ഉള്ളത്. കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫിനിഷില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടിയും നമ്മൾ ആ ഡിസൈനിൻ്റെ മുകളിൽ ഒന്നും കൂടി ഒന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് നല്ല വൃത്തിക്കൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫിനിഷ്ഡ് ലുക്ക്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോട്ട് പെയിൻറ്റിംഗ് ആണിത്. ഇനിയിപ്പം ഞാനിതിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനിതിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് ഒരു മണി പ്ലാന്റും കൂടി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ബാക്കി പ്രോസസ്സ്.
അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പോട്ട് പെയിൻറ്റിംഗ് ആണ് ഞാൻ കാണിച്ചത്. ഇത് നമുക്ക് നമ്മളെ ലിവിങ് റൂമിലോ അല്ലെങ്കിൽ നല്ല വൈറ്റ് ക്രാഫ്റ്റ് ടേബിളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ടേബിളിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.